അപ്പോൾ നമ്മുടെ ബീറ്റ് നട്ട ഗാർഡൻ ബെഡിൽ നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ബീറ്റ് പുറത്തേക്ക് കാണുമ്പോൾ നമുക്ക് അറിയാതെ റെഡിയായെന്ന്. അപ്പോൾ നമുക്ക് പതുക്കെ ഡിഗ് ചെയ്ത് നമ്മുടെ ഹാർവെസ്റ്റിന്ന്. അപ്പോൾ നമ്മുടെ ബീറ്റാണ്. സോ ഇതിൻ്റെ വെറൈറ്റി റെഡ് ബുൾ ബീറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ നട്ട ബീറ്റാണ്. ഇതിൻ്റെ സക്സഷൻ പ്ലാന്റിങ് ഞാൻ പിന്നത്തെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നട്ടതാണ് ഇത്. അപ്പോൾ അത് സ്ലോലി വരുന്നുണ്ട്, പക്ഷെ ആയിട്ടില്ല. പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും നമ്മൾ സക്സഷൻ പ്ലാന്റിങ് ആയിട്ട് ഇവിടെ നട്ടു. അത് പതുക്കെ വരണേ ഉള്ളൂ. സോ ഇതാ, ഇപ്പോൾ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് ലെയറായിട്ട് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈമിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഹാർവെസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം നട്ടത് എടുക്കാം, പിന്നെ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഇത് റെഡിയാവും. പിന്നെ നമുക്ക് ഇത് റെഡിയാവും. അപ്പോൾ ഇൻ 3 months നമുക്ക് സമ്മർ ആണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഷെയ്ഡ് ക്ലോത്ത് വർക്ക്സ് വണ്ടേഴ്സ്. പിന്നെ 4th സക്സഷനായിട്ട് ഞാനിവിടെ കുറച്ച് ഒരു ട്രയൽ മെത്തേഡ് പോലെ, നമുക്ക് പീക്ക് സമ്മറായി പോകുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഞാനിവിടെ 4th സക്സഷനായിട്ട് ഈ ഇടയ്ക്ക് ഇട്ടേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ വിൽ സീ ഹൗ തിങ്സ് ഗോ. ഓക്കെ, അപ്പോൾ 4 ബെഡിൽ 4 ടൈമിൽ ചെയ്ത് ബീറ്റ് ഉണ്ട്. ഇനി അടുത്ത സീസണിൽ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ ചെയ്ത് നോക്കണം. ഇത് പതുക്കെ എടുക്കാം. ഓക്കെ, നല്ല ഒരു ഡീസൻറ്റ് സൈസ് ബീറ്റാണ്. ഇനി നമുക്ക് അടുത്തത് ഇവിടെ നിന്നാണ് അടുത്തത്. അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. അത് അധികം വലിപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ലീവ്സ് കഴിക്കാം. ഇപ്പോൾ വേറെ ഇതൊക്കെ ഇങ്ങനെ വരണേ ഉള്ളൂ. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ബീറ്റ്. നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നതിലും ഫ്രഷായിട്ട് നമുക്ക് നമ്മുടെ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ